ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സുർജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ചൂരമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ മറ്റുള്ള പ്രദേശങ്ങൾ, ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലൊക്കെ തന്നെ രക്ഷാസേനയ്ക്ക് ഇതിനകം എത്തിച്ചേരാൻ കഴിഞ്ഞു. അതുപോലെ ഈ വടം കെട്ടി, ഈ ചൂരമലയിൽ തകർന്നു പോയ പാലത്തിന് പകരം വടം കെട്ടി അക്കരെ കടക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ അക്കരെ കടക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് സംഘം അക്കരയിലേക്ക് കടത്തുന്ന ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അക്കരയിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ പരമാവധി വേഗത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കൊന്നും ഭക്ഷണമൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് എത്തിക്കുക എന്നുള്ള പ്രാഥമിക പരിഗണന. അതിനുശേഷം ആളുകളെ ഇവിടേക്ക് തിരികെ എത്തിക്കുക എന്നുള്ള ഒരു പരിഗണനയാണ് ഇപ്പോൾ പ്രഥമഘട്ടത്തിൽ നടക്കുന്നത്. NDRF ഫയർഫോഴ്സും ചേർന്നാണ് ആ നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വടം കെട്ടി പൂർത്തിയായിട്ടുണ്ട്. അതായത് JCB വെച്ചുകൊണ്ട് വലിയ ആളുകളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു നീക്കമാണ് നടക്കുന്നത്. പക്ഷെ അതൊരു ശ്രമകരമായ ദൗത്യമാണ്. ചളി പൂർണ്ണമായും പൊന്തി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിനിടയിൽ 2 മൃതദേഹം കൂടി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ നിന്നിരുന്ന ടൗണിന്റെ തൊട്ട് താഴെ നിന്ന് ഒരു വീട്ടിൽ നിന്നാണ് 2 മൃതദേഹം കിട്ടിയത്. അങ്ങനത്തെ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ NDRF സംഘം ഒരു ചെറിയ ഗ്രൂപ്പ് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. സൈന്യം എത്തുന്നുണ്ട്. സൈന്യം എപ്പോൾ എത്തുമെന്നുള്ള അറിയില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായി വേഗത്തിൽ തന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ചെയ്യുക എന്നുള്ള പ്രാഥമിക പരിഗണന. അതിനുശേഷം ആളുകൾ ഇവിടേക്ക് കടത്തുക, അതായത് ചൂരമല ഈ ഭാഗത്തേക്ക് കടത്തുക എന്നുള്ള ദൗത്യമാണ് നടക്കുന്നത്. പാലം പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലാണ്. ഈ വെള്ളത്തിന്റെ തോത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലത്തെ അവസ്ഥയല്ല, ചെറുതായിട്ട് മഴ നിലച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. പല സംവിധാനങ്ങൾ, കൂടുതൽ യന്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ JCB ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള ശ്രമം മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അത്രമാത്രം വലിയ തോതിൽ മരങ്ങൾ അടിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ മാറ്റുന്ന ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കെയർ ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പുത്തുമലയിൽ പെയ്തത് അതിതീവ്ര മഴയാണെങ്കിൽ അതിലും വലിയ മഴയാണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പോൾ അലക്സറ മുഹമ്മദ് ഒരു കാര്യം അറിയിക്കുന്നത്, വയനാട്ടിലെ പുത്തുമലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 372 മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് പറയുന്നത്. 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴയുണ്ടായി എന്നാണ് പറയുന്നത്. ഈ പുത്തുമലയിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പറയുന്ന ദുരന്തഭൂമി എന്ന് പറയുന്നത്. വളരെ കടുത്ത മഴയാണ് ഇവിടെ പെയ്തത്. കെയർ ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു നമുക്കൊപ്പം. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന ഒരു ദുരന്ത ചിത്രമാണ് 2019 ഉരുൾപൊട്ടലിൽ തകർന്നുപോയ പുത്തുമല. നമുക്കറിയാം, അവിടെ ഇനിയും കണ്ടുകിട്ടാത്ത ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. അവരുടെ മൃതദേഹം പോലും കാണാൻ കഴിയാതെ അവരെ മരിച്ചതായി കണക്കാക്കിക്കൊണ്ടായിരുന്നു അന്ന് സർക്കാർ ധനസഹായം അടക്കം പ്രഖ്യാപിച്ചത്. ഏതായാലും ആ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായും മുൻപേ അതിലും വലിയ ദുരന്തത്തിൻ്റെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വയനാട്ടിലെ ചൂരൽമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും അട്ടമലയിലും ഒക്കെ കാണുന്നത്. ഇവിടെ നേരത്തെ അലക്സറ മുഹമ്മദ് നൽകിയ മഴ പെയ്തതിൻ്റെ തോത്, അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ 24 മണിക്കൂറിനിടെ 372 mm മഴ പെയ്തു. 48 മണിക്കൂറിനിടെ 572 mm മഴ ഈ ഉരുൾപൊട്ടൽ മേഖല അതായത് 2019 ഉരുൾപൊട്ടിയ പുത്തുമലയിൽ പെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള തേറ്റമലയിൽ 409 mm മഴ പെയ്തിട്ടുണ്ട്. അതായത് കാലാവസ്ഥയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 4 mm മഴ ഒരു മണിക്കൂറിൽ എന്നതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെയാണെങ്കിൽ 96 mm മഴയാണ് സാധാരണ നിലയിൽ 24 മണിക്കൂറിൽ ലഭിക്കേണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ 372 mm മഴ പെയ്തിരിക്കുന്നു പുത്തുമലയിൽ എന്നതാണ്. ഇത് ആശങ്ക ഉയർത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. സ്വാഭാവികമായും വയനാടിലെ മലമടക്കുകളിൽ ഇതുപോലെയുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് വയനാട് പോലെയുള്ള മലയോര മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയോട് ഇണങ്ങും വിധമാകണം എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ അന്ന് പരിസ്ഥിതി പ്രവർത്തകർ പങ്കുവച്ചത്. ഏതായാലും ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ പോകേണ്ട സമയമല്ല ഇത് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏറ്റവും അധികം മുന്തിയ പരിഗണന ഇപ്പോൾ നമ്മൾ നൽകേണ്ടത് രക്ഷാദൗത്യത്തിനാണ്.